ഓക്കെ, അപ്പോൾ ഡേ 2 ഗ്രൂപ്പ് എന്റെ മാച്ചാണ്. എല്ലാവരും കൊണ്ടുപോയി, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ റൗണ്ടിൽ ഇറങ്ങുന്നത് BWL ഉണ്ട്. BWL 2 ആൾക്കാരുള്ളൂ. ഈസിയിൽ നിന്ന് 3 ആൾക്കാർ. ജെനെക്സ് ആണ് ഇന്നലെ ഗ്രൂപ്പ് എയിൽ ഫസ്റ്റ് അടിച്ചത്. അവർ 4 ആൾക്കാരുണ്ട്. IGX ഉണ്ട്, 4 പേരുണ്ട്. LAK 2 പേര്. ഓടി ഓവർ ഡ്രൈവ് അല്ലേ? ഇന്നലത്തെ കളിയിൽ സെക്കൻഡോ തേർഡോ ആയിരുന്നു ഓവർ ഡ്രൈവ്. ഓ തുടങ്ങി. പക്ഷെ കുറച്ച് ടീമുള്ളല്ലോ, 9 ടീമേ ഉള്ളൂ. 30 പ്ലേയേഴ്സ് ഉള്ളൂ. ഉണ്ട്. ഗോളും കൂടെ കിടക്കട്ടെ. ഓക്കെ, ഇവിടെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഓ സിറ്റി കേറുന്നുള്ള കണക്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ടൈമിന് വരാത്തോണ്ട് അങ്ങ് തുടങ്ങിയോണ്ടായിരുന്നു. കറക്റ്റ് ടൈമിന് തുടങ്ങുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും ഏറെക്കുറെ ഇറങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും ചാടി. ഇന്ന് സിറ്റിക്ക് അകത്ത് അങ്ങനെ ആരില്ല. പക്ഷെ കസിനോയിൽ ആരിലൊക്കെ ഉണ്ടാവേണ്ടതാണല്ലേ. കസിനോയിൽ അത്യാവശ്യം ലൂട്ടുണ്ട്. കസിനോ പവർ പ്ലാന്റ് ഒക്കെ അത്യാവശ്യം ലൂട്ടുണ്ട്. ബൈ ദ വൈ, ഗ്രൂപ്പ് എ മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ. ഗ്രൂപ്പ് ബിയും സിയും ഡിയും കിക്കിലായിരിക്കും സ്പെക്ക് ഉണ്ടാവുക. ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് എൻ്റെ മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങോട്ട് സ്വിച്ച് ചെയ്യും. മോശം പിള്ളേർ റോണാണല്ലേ, കുഴപ്പമില്ല. ഇവിടെ പടിയാവാൻ ചാൻസ് ഉള്ളത് അവരുടെ അടുത്തോട്ട് തന്നെയാണല്ലോ ഇറങ്ങുന്നത്. PLD ഈസി ഇറങ്ങുന്നിടത്ത് അതേ സ്ഥലത്തോട്ടാണ് പോകണം. പക്ഷെ അവർ കണ്ടെന്ന് തോന്നുന്നു. എന്തോ ഓട് മറ്റേ ഇതിൻ്റെ മുകളിലത്തെ ചാറ്റുണ്ട്. മറ്റേ കാസ്റ്റേഴ്സ് ചാറ്റില്ലേ, അതിലുണ്ട്. അതെ. PLD പൊസിഷൻ മാറി. ഓക്കെ, വേറെ ഇവിടെ ഇപ്പോൾ ഇതാരാ? BWL അപ്പുറത്തും ഇപ്പുറത്തും IGX ഓരോരുത്തർ വെച്ചിട്ട്. പക്ഷെ അടിയാവാൻ ചാൻസ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പം അടുത്തൊന്നും അടിയാവില്ല. ഓൾറെഡി 9 ടീമേ ഉള്ളൂ. 9 ആൾക്കാരും ഇവരടിയാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും BWL-ഉം IGX-ഉം വേറെ അടുത്തൊന്നും ആരുമില്ല. പിന്നെ ഇവരടിയാവണം. UK വേഴ്സസ് ജെനെക്സ്. റീകോളിൻ്റെ അവിടെ എല്ലാവരും കളിക്കുന്നത്. ജെനെക്സ് എന്താ സെറ്റ് സ്റ്റാർട്ട്. നേരത്തെ ചാറ്റാണ്. ഓക്കെ, ഇവരിൽ ഒട്ടുന്നുണ്ട് UK. ഇവിടെ നമുക്ക് നോക്കാം. അവിടെയാണ് ഇപ്പോൾ ഫസ്റ്റ് അടി പൊട്ടാനൊരു ചാൻസ് ഉള്ളത്. BWL-ഉം IGX അല്ലേ? പുള്ളി കയറി ഒളിച്ച് നിൽക്കുവാണ്. പുള്ളി കയറി ഒളിച്ച്. സോൺ 45 സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് സോൺ അല്ല, സോൺ വരും എവിടേക്കാണ്. പക്ഷേ ഫസ്റ്റ് സോൺ എല്ലായിടത്തും ഉണ്ടാവും. മൊത്തത്തിൽ കവറാവും. BWL മെല്ലെ കയറി പുള്ളി അടുത്ത് കത്തുമെന്ന് തോന്നുന്നുണ്ട്. മൊത്തമായി പുള്ളി വന്നു കേട്ടാ. പക്ഷെ ലൂട്ട് എടുത്തിട്ടുണ്ട്. ഈ അവിടെ കണ്ടോ? കണ്ടിട്ടില്ല. ഇവർക്ക് അറിയില്ല അവിടെ അപ്പുറത്ത് ആളുള്ളത്. അങ്ങോട്ടാണല്ലോ പവർ പ്ലാന്റോട്ടാണല്ലോ വെച്ച് പിടിക്കുന്നത്. WS
ഓ ഇന്നത്തെ ഷെഡ്യൂളിൽ ഇവർ ഒരുമിച്ചായി. ആക്ച്വലി ആ ഈ ഫേസിൻ്റെ വരുമ്പോഴാണ് എനിക്ക് എഫ് എസ് ഡ്രോപ്പ് അടിക്കുന്നത്. ഫേസ് 1ഉം 2ഉം കാണിക്കുമ്പോൾ. ഓക്കെ ഡബ്ല്യു എസ് നൈസായിട്ട് ഇതെന്തേ പുള്ളി ഹെൽത്ത് എങ്ങനെ കുറഞ്ഞി? സെർജിയോ വെലോർ 1 HP ആണ്. എങ്ങനെ അടിയായി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പ്ലെയർ നോക്കുന്നുണ്ട്. ഇന്നലെ ഫസ്റ്റ് അടിച്ച 2 ടീമുകളാണത്. ഗ്രൂപ്പ് എയിൽ അടിച്ചത് ജെനെക്സും ഗ്രൂപ്പ് സിഒ ബി ആണെന്ന് തോന്നുന്നു ഡബ്ല്യു എസ് അടിച്ചത്. അല്ല സെക്കൻഡ് ആയിരുന്നു തോന്നുന്നു ഡബ്ല്യു എസ്. പക്ഷെ അവർ പോയി ലീവ് ചെയ്ത് ഇവിടുന്ന് ആളുണ്ടെന്ന് കണ്ടപ്പോൾ. അപ്പോൾ അവർക്ക് ആളിൽ അറിയില്ലായിരുന്നു അവിടെ. ഇത് 2 റെഡ് പി എൽ ഡി ഉണ്ട്, LAK ഉണ്ട്. LAKയിൽ 2 പ്ലേയേഴ്സേ കളിക്കുന്നുള്ളൂ. അയ്യോ അവിടെ അടിയായി. HX BWL ഇവിടെ 1v1 ആണ്. പക്ഷേ IGX ആൾക്ക് 1 HP സപ്പോർട്ടിന്. അയ്യോ BWLത്തെ ആള് സപ്പോർട്ടിന് വന്ന് മറ്റേ പുള്ളി വന്നിട്ടില്ല. ഓക്കെ ഫസ്റ്റ് ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. IGX ബ്ലഫ് നെക്സസ് ഹെക്സ് ആണ് അടിച്ചിരിക്കുന്നത് BWL. വേറെ ഇവിടെ ഒരാളും കൂടി ഉണ്ട് IGXൻ്റെ മത്തായി. റൊട്ടേറ്റ് ചെയ്യുക. ടീംമേറ്റ്സ് അപ്പുറത്താ. പുള്ളി വിളിച്ചു കേട്ടോ, താഴെ വരുന്ന വിളിച്ച്. എന്താ ലൂട്ട് എടുക്കാനാ? ലൂട്ടിംഗ് ആണ്. ഇവിടെ WS PLയുടെ അടുത്തോട്ട് കയറുന്നുണ്ട്. അങ്ങോട്ട് തന്നെയാണോ? അവരടുത്തോട്ടാണ്. PLD ഉള്ളത് സാൻഡി പ്ലെയിങ് ക്രാഷിൻ്റെ അകത്താണ്. കത്തിയാ ഇല്ല, പിടുത്തം പിടിക്കുന്നില്ല ഇടക്ക്. പുള്ളി ഇത് ഹെൽത്ത് അടിച്ചില്ലേ? WS സെർജിയോ വെലോർ. എല്ലാവർക്കും ഹെൽത്ത് കുറവാ. പുള്ളിക്കൊന്നും ടാഗില്ല. മാർക്കോ ഡി പീറ്റർ ഇന്നലെ ഉണ്ടായിരുന്നില്ല. ബാക്കി 3 ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരിന് റീകോളിന് കളിക്കുള്ളായിരിക്കും. BWL അല്ല IGX ആണ്. ഒരാളെ റീകോൾ ആയി കാണുമല്ലോ, തൊട്ടടുത്ത റീകോള്. ഓക്കെ അവർ റീകോൾ ചെയ്യാൻ പോവുകയാണ്. അല്ല റീകോൾ ചെയ്യാൻ പോകുന്നില്ല, റീകോൾ ആയി. ആരും ഡൗൺ ചെയ്ത് ബ്ലഫ് നെക്സസ് തന്നെ. പുള്ളി അപ്പം തന്നെ റീകോൾ ചെയ്ത് ഇവിടെ തന്നെ. മൂന്ന് റീകോളെ ഒരാളെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അയ്യോ ഇവിടെ 2 സ്ഥലത്ത് ഒരുമിച്ച് അടിയാൻ പോകുന്നു. പവർ പ്ലാന്റിലും അടി കൂട്ടാൻ പോകുന്നുണ്ട്, അടുത്തടുത്തുണ്ട്. എന്തെങ്കിലും ഒറ്റടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുന്ന എനിക്ക്. അല്ല ഇവിടെ അടിയാവില്ല. PLയുടെ അടുത്തോട്ട് അവർ വണ്ടി കുത്തിച്ചിട്ടുണ്ട്. ഇവരും അടിയായിട്ടില്ല, പക്ഷെ PLയുടെ അവിടെ അടി കൂട്ടും. അവരും ലീവ് ചെയ്ത്. എല്ലാവരും ലീവ് ചെയ്യുവാണല്ലോ സ്പെക്ക് ചെയ്യാൻ വരുമ്പോൾ. കുറച്ച് ടീം ആയതുകൊണ്ട് അങ്ങോട്ട് അടി പൊട്ടുന്നില്ല. 9 ടീമല്ലേ ഉള്ളൂ. സോഡിഞ്ഞ് ശൃംഗായിട്ട് വരണം. ഓർ ഡ്രൈവ്.
ഓക്കെ, ഇവിടെ വണ്ടിയിൽ അടിക്കുന്നുണ്ട്. ഓഡി വേഴ്സസ് അല്ല ഈസി. 3-3. ഓക്കെ, 4-3 ഓടി 4 ആൾക്കാർ വന്ന്. ഓ, ഒരു കറക്റ്റ് നിർത്തിയിട്ടോ, അല്ലെങ്കിൽ അവിടെ അത് പൊട്ടിത്തെറിച്ച് കത്തേനെ. അതന്നെയാണ് സത്യം. ഓക്കെ, ഈസി കിസ ഡൗൺ ആവാൻ ചാൻസ്. ഡൗൺ ആയി. ബാക്കി 2 ആൾക്കാർ കറങ്ങി വന്ന് അവരങ്ങോട്ട് പോകണം തിരഞ്ഞിട്ട്. 2 vs 4 ആണ്. ഇപ്പോൾ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ റീകോൾ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ പണിയാണ്. ഓ, ഇനിമലിനടിച്ചു. ഓ, അവിടെ ജെന്നെക്സ് UK അടിയായി. 2v2 ആയല്ലോ ഇവിടെ. ഓക്കെ, പുള്ളിക്ക് റീലോഡ് കിട്ടി. ബാക്കിൽ നിന്ന് അടിക്കുന്നു. ഓ, അവർ രണ്ടുപേരും നിന്ന് അടിച്ച്. ഇനി വാഷിലോട്ടും കൂടെ. ഓടിനെ അവർ 2 ആൾക്കാർ നിന്ന് എലിമിനേറ്റ് ചെയ്തവിടെ ഈസി. അവിടെ ജെന്നെക്സും UK അടിയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, UK ഓൾ ഡൗൺ ആയപ്പോ UK ഓൾ ഡൗൺ ആയി. UK ഇവിടെ നിന്ന് ലൂട്ട് ചെയ്തിരുന്നു. UK വൈപ്പായി, ഓടി വൈപ്പായി. ഇനി 7 ടീമും കൂടെ, 2 ടീമും വൈപ്പായിട്ടുണ്ട്. ഒരുമിച്ച് അടിയായിപ്പോയി. ഒറ്റക്ക് ഈസി. ഓ, പുള്ളിനെ റീകോൾ ചെയ്യാൻ വേണ്ടി നിർത്തിയതായിരുന്നു ഒരാളവിടെ. ഈസി 4 പേരുണ്ടപ്പോൾ. ഈസി 4 പേരുണ്ട്. ഒരാളെ റീകോൾ ടവറിൻ്റെ അവിടെ നിർത്തിയിട്ട് 3 ആൾക്കാർ ഫൈറ്റിന് പോയി. പുള്ളി അവിടെ ഡൗൺ ആയിക്കന്നെ റീകോൾ ആക്കി. അതേ വന്നു അവിടെ ഡൗൺ ആയ ആള്. PLD LK WS ഈ 3 ആൾക്കാർ ഇപ്പോൾ അടുത്തുണ്ട്. പക്ഷെ കുറച്ച് നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തട്ടിമുട്ടി പോകുന്നുണ്ട്. അടിയായിട്ടില്ല അങ്ങനെ. ഇനിയിപ്പോൾ അടുത്തൊന്നും ആരും കണ്ടുമുട്ടാൻ ചാൻസ് ഇല്ല. ഈ വഴിക്കൊരു അടി ഉണ്ടായാലേ ഉള്ളൂ. ഫീൽഡിന് നോക്കാം. ഫീൽഡിനോട് അടി അടക്കാൻ ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, ഫീൽഡിനോടെ യൂട്യൂബ്സ് കയറി മുകളിൽ കയറിയെന്ന്. തേജസ് ഉറപ്പോയിട്ടാ. ബൈ ബൈ. ഓക്കെ, ചെറിയ പണിയിട്ട് ഇവർ സ്പ്ലിറ്റ് ആയിട്ടാണല്ലോ നടക്കുന്നത്. IGX 7 ടീം. എനിക്ക് തോന്നുന്നു ഇന്നലെ ക്വാളിഫൈ ആയവർ ഇന്ന് കളി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിർത്തിയവല്ലാണോ? അവർ ഔട്ടായിന്ന് വിചാരിച്ചോ? ആക്ച്വലി ഇത് പോയിന്റ് വെച്ചിട്ടാട്ടോ സെമിയിലോട്ടും ഇതിലോട്ടൊക്കെ കയറുന്നത്. സെമിയിലോട്ട് കയറുന്നത് പോയിന്റ് വെച്ചിട്ടാണ്. പോയിന്റിൽ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 12 ഉള്ളവരെ അങ്ങനെ എന്തോ ആണ് ടോട്ടൽ പോയിന്റ്സ് നോക്കിയിട്ട്. ഓക്കെ, ജെന്നെക്സ് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഇവിടെ PLD ഉണ്ട്. ജെന്നെക്സ് ഞാൻ വിചാരിച്ച ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാരായിരുന്നല്ല. അവരിങ്ങോട്ട് വന്നല്ലേ അടിക്കാൻ. ജെന്നെക്സ് W, ജെന്നെക്സ് സെറ്റ്. Y ഉണ്ടാവുമല്ലോ ഇപ്പോൾ. Y ഉണ്ട്. എക്സും ഉണ്ട്. ഓക്കെ, 2 എക്സ് അവരെ കണ്ടെന്ന് തോന്നണേ. പക്ഷെ PLD ഫുൾ മുകളിൽ കയറി കവർ എടുത്തിരിക്കുക. ലോങ്ങിൽ നിന്നാൽ 2 സൈഡിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും.
ജെനക്സ് എല്ലാവരും കുത്തിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നില്ല. കുത്തിച്ച് കഴിഞ്ഞാൽ അടിക്കാൻ പറ്റില്ല. കോണി കയറുമ്പോൾ അടിച്ചിടും ചിലപ്പോൾ. ഓ ബോംബ് എറിയുന്ന. ഓക്കെ PLD റേവൻ ഇങ്ങോട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ജെനക്സ് അതിൻ്റെ ആർമർ അടിച്ചു കളഞ്ഞു. അപ്പം തന്നെ പുള്ളി ആർമർ അടിച്ചോ? പുള്ളി അവിടെ നല്ല കവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ ജെനക്സ് സെഡ് കയറുന്നുണ്ട്. അടിക്കുന്ന രണ്ടാൾക്കാരുണ്ട്. പക്ഷേ അവിടെ പുള്ളിക്ക് അടിച്ചിടാൻ പറ്റുമെന്ന് അറിയില്ല. ഒരാൾ ചാടിയപ്പോൾ അടുത്ത ആൾ കയറി. ഓക്കെ PLD പുഷ് ചെയ്യുന്നത്. ഓക്കെ റോഡ് ഡൗൺ ആയി PLDയിൽ. പുള്ളി ഇതിൻ്റെ അകത്ത് പെട്ട് കേട്ടാ. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലായി. PLD ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. ഇന്നടിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ടീം വൈപ്പാവും. റോഡറിനെ ഫിനിഷ് ആക്കി. ഓക്കെ ജെനക്സ് സെഡ് ഡൗൺ ആയി. PLD റേവനെ പിക്ക് എടുത്തിട്ടുണ്ട്. ഇന്നലെ കളിച്ച എല്ലാ ടീമിനും ഇന്നും കളിക്കാം. ഓക്കെ അവിടെ ജെനക്സ് PLD ഹരീനെ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓ ചാടി ഒരു മോൾപ്പാക്ക് എടുത്തു കേട്ടാ. ഓക്കെ അടുത്ത മാർക്കോ ഡി പീറ്റർ ഡൗൺ ആയിട്ടുണ്ട്. ടീം സപ്പോർട്ടിന് വരുന്നുണ്ട് അവിടുന്ന് ജെനക്സ്. അടിച്ചിടുന്ന് വിചാരിക്കുന്നത്. PLD അങ്ങോട്ടുകൊണ്ട് ട്രേഡായിപ്പോയി. ഓക്കെ PLD അപ്പോൾ വൈപ്പായിട്ടുണ്ട് ഇവിടെ. അടുത്ത ടീം അങ്ങനെ വൈപ്പായി. മൂന്നാമത്തെ ടീമാണെന്ന് തോന്നുന്നു. ഇനി 6 ടീമും കൂടെ ഉള്ളൂ ബാക്കി. ഇവരെന്താ സോൺ ഔട്ടിൽ? WS ഇതുവരെ സോണിൻ്റെ അകത്തേക്ക് എത്തിയിട്ടില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കയറാവുന്നതേ ഉള്ളൂ. സോണ് ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. സോണ് വരുന്നുണ്ട്. വണ്ടി എടുത്ത് പോകുന്നുണ്ട് WS. 3 പേരുണ്ട്. ആക്ച്വലി 3 പേരുണ്ട്. ഒരാൾ ഓൾറെഡി ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. എന്തോ ഇടയ്ക്കൊരു പിടുത്തം പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. കറിഞ്ഞൂടെ. അയ്യോ കറക്റ്റ് സോണിൻ്റെ എൻഡിലാണ്ട് മറിഞ്ഞു നിന്ന്. ഇപ്പോഴത്തെ സോണിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് വീഴുന്നുണ്ട് ചില സമയത്ത്. ചില ആൾക്കാർ പെട്ടെന്ന് റോളാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മാച്ചിലൊക്കെ ഒരു 5-6 ടീം സോണൗട്ടിലാണ് തീർന്നത്. വൈപ്പായി, മൊത്തത്തിൽ വൈപ്പായി. BWL സേഫായി. ഫസ്റ്റ് IGX-ആയിട്ട് അടിയാവേണ്ടതായിരുന്നു. പക്ഷേ ഒരാൾ അടിച്ചു കൊന്നായിരുന്നു. ഒരാൾ മാത്രം ഡൗൺ ആയിട്ടുള്ളൂ. റീകോൾ ചെയ്ത് കാണും. IGX-ത്തെ ഒരാൾ ഡൗൺ ആയത്. പുള്ളി അവരുടെ അടുത്ത് തന്നെയാണല്ലോ കൊണ്ടും പോകുന്നത്. ഇനിയിപ്പോൾ അടുത്തൊന്നും ആരും കാണുന്നില്ല. അടുത്ത സോണ് വരാൻ ടൈമുണ്ട്. പകുതിയായി. ഇപ്പോൾ വരും അടുത്ത സോണ്. കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇനി BWL 2 പേര്. ഒരു മോളി വന്നല്ലേ ഇവിടുന്നോ? വെറുതെ തട്ടതാണ്. BWL 2 ആൾക്കാർ, EC 4 പേര്, GenX 4 പേരുണ്ട്, IGX 4 ഉണ്ട്, LAK 2 ഉള്ളൂ, WS 3. IGX, GenX, EC ഇവർ 4 പേര് വെച്ചിട്ടുള്ളത്. ടീം കുറവായതുകൊണ്ടുള്ള ടീമിന് മറ്റേ പോയിന്റ് കയറും, പൊസിഷൻ്റെ പോയിന്റ് കയറും. ഓക്കെ ജെനക്സ് റീകോൾ ചെയ്യുന്നുണ്ട് നേരത്തെ ഡൗൺ ആയ ആളെ. ആരും അടിക്കാൻ വരുന്നുണ്ട്. ഓക്കെ EC വന്ന് വണ്ടി കുത്തിച്ച്. ജെനക്സ് ഡൗൺ ആയോ? ഇല്ല വേണ്ട ചിപ്പി. വീഴും തോന്നുന്നുണ്ട്. ഡൗൺ ആയി. EC എല്ലാവരും വന്ന് സപ്പോർട്ടിന്.
ഒരാളെ റീകോൾ ചെയ്തപ്പോൾ ഒരാൾ ഡൗൺ ആയി. അവിടെ ചേസാണ് ജെനക്സിനെ. ഈസി. ജെനക്സിത്തെ ബാക്കി പ്ലേയേഴ്സ് ആരും ഇവിടെ കാണുന്നു. വേറൊരു ടീം ഉണ്ടല്ലോ ഇവിടെ. XT. പക്ഷെ ഒരു രണ്ടുപേരുള്ളൂ. ഫൈറ്റിന് നിൽക്കില്ല എന്ന് തോന്നുന്നു. XT അല്ല, അത് വേറെന്തോ ആണ് ഒരു പേര്. LAK. രണ്ടുപേരേ ഉള്ളവര്. ഈസി എന്തായാലും പിന്നാലെ പോകുന്നുണ്ട്. ഓക്കെ, ഇറങ്ങി അടിച്ച്. ജെന്നിൻ്റെ ബാക്കി ആൾക്കാർ റീകോളിന് വേണ്ടി നിൽക്കുന്നതാണ്. ഈ ജെനക്സിന് വേണ്ടി കുടുങ്ങി ഇവിടെ. പുള്ളി കവറെടുത്ത് അവരും വിട്ടിട്ട് പോയെന്ന് തോന്നുന്നുണ്ട്. പുള്ളിനെ ഫിനിഷ് ആക്കിയിട്ടില്ലേ? റബ്ബർ എടുക്കാലോ വന്നിട്ട് ഒരാൾക്ക്. ഈ 19 പ്ലേയേഴ്സ് ബാക്കി. ഇപ്പം ഏറ്റവും കൂടുതൽ കില്ലുള്ള ജെനക്സിനാണ്, 8 കില്ല്. അതിൻ്റെ പക്ഷേ ഈസി 4 കില്ല്. റബ്ബർ എടുക്കാൻ വന്നാണോ ഫിനിഷ് ആക്കാൻ വന്നാണോ? ഫിനിഷ് ആക്കാൻ വന്നയ്യാ വേണ്ടെന്ന് വെച്ചാ ബുള്ളറ്റില്ലാന്നാണ്. ജെനക്സ് ഡബിൾ ഇപ്പോഴാണ് ഫിനിഷ് ആയത്. പിന്നെ ഇപ്പോഴത്തെ റീകോൾ ചെയ്യും. ഈസിക്ക് 5 ഇല്ല ഇപ്പോൾ, അതും കൂട്ടിയിട്ട്. LAK ഓപ്പണിലാണല്ലോ. WSഉം BWL ഇവിടെ അടിയാവുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്ത സോണ് സ്റ്റാർട്ടായിട്ടില്ല, ഇപ്പോൾ വരും. WS മുമ്പിൽ കൂടെ ആവും പാസ്സാവുക. അതെ. ഇവർ ലൂട്ടിങ് തന്നെയാണ് ഇപ്പോഴും. ഇവർക്ക് അത്യാവശ്യം ലൂട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒരുപാട് ലൂട്ടുണ്ട് ഇവിടെ. എല്ലാവരും അത്യാവശ്യം ക്യാപ്പിലാണ്. ഇവർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത സോൺ വന്ന്. സോൺ ഔട്ടിലാകും കൂടി ജെനക്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും സോണിൻ്റെ അകത്താണ്. 19 ലൈവ്, 16 കില്ല്. അത് ഇറങ്ങിപ്പോയത് കാണിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് പോയല്ലോ. BWL അല്ലേ ഇപ്പോൾ? BWL പോയി.
ഓക്കെ അവിടെയുള്ള അടി ചാൻസും പോയി. പക്ഷെ ഇവിടെ കണ്ടുവിട്ടല്ലോ വേറെ 2 ടീം. ഈസി അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നാലെ പോവും. ഓക്കെ പോകുന്നുണ്ട്. BWLാണ് ചെയ്യുന്നത്. BWLാണെങ്കിൽ അങ്ങോട്ട് 2 പേരെ ഇനി ഉള്ളു. അങ്ങോട്ട് തന്നെ പോണ്. കറക്റ്റ് ടയറിനിട്ട് അടിച്ചു പൊട്ടിച്ച്. അയ്യോ വണ്ടി മറിഞ്ഞു. പക്ഷെ അവർ കണ്ടിട്ടില്ല. അവർ തിരിച്ചു പോയെന്ന് തോന്നുന്നുണ്ട്. ഈസി തിരിച്ചുപോയി. ബാക്കി 2 ടീം ഇറങ്ങി. ഇല്ല ഇറങ്ങിയല്ലേ ഉണ്ടെന്ന് തോന്നുന്നു. BWന് ഒരു കില്ലുണ്ട്. അത് IGXത്ത് ഒരാളടിച്ചതാ. പുള്ളേശ് റീക്കോളായി. ഇപ്പം അടുത്താരുമില്ല. അടുത്ത സോൺ വരാൻ നല്ല ടൈം ഉണ്ടല്ലേ. ഈ വെയിറ്റിംഗ് ടൈം ഒരു സോൺ മുട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത സോൺ വരണ്ടായിരുന്നു. ഒരു മിനിറ്റ് 30 സെക്കൻഡ് അങ്ങനെ എന്തോ ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഒരു സോൺ മുട്ടി അടുത്ത സോൺ വരാൻ വേണ്ടിയിട്ടുള്ള ടൈം ഉണ്ട്. ഈ വെയിറ്റിംഗ് ടൈം ഉണ്ട് സൈഡിൽ ഇവിടെ. ഇതിലേക്ക് അറ്റത്തുനിന്ന് കളിക്കുന്ന സോണിൻ്റെ സേഫായി കളിക്കുക. അവർ പൊസിഷൻ എടുക്കാൻ നോക്കുകയെന്ന് തോന്നുന്നു. ഫസ്റ്റ് പൊസിഷന് 10 പോയിൻറ്റ്, സെക്കൻഡ് പൊസിഷന് 9 പോയിൻറ്റ്, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കണക്ക്. പിന്നെ കില്ലിന് 1 പോയിന്റ് വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് നല്ല കിൽ പോയിന്റ് കയറാൻ ചാൻസ് ഉണ്ട്. ജെന്നെക്സിനും ഈസിക്കും ഇന്നത്തേലും ഉണ്ട്. അല്ലേ ഉള്ളത്. ആള് കുറവായതുകൊണ്ടാണ് അടിയൊന്നും മര്യാദക്ക് അങ്ങ് നടക്കാത്തത്. ഓക്കെ അടുത്ത സോൺ വന്ന് അതും കൂടെ IGXും ഈസി മാത്രമേ സോണിൻ്റെ അകത്തുള്ളൂ. ബാക്കി 4 ടീം സോൺ ഔട്ടില്ല. 4 അല്ല 5 അല്ലേ 5 ടീമുണ്ടല്ലോ ആക്ച്വലി. അപ്പോൾ 7 ടീമുണ്ട് ടോട്ടൽ. ബാക്കി ഇല്ല. ഓ ഇവിടെ സ്വന്തം ടീമല്ലേ. IGXൻ്റെ ആൾക്കാർ തന്നെയാണ്. ബാക്കി 4 ടീം പുറത്ത്. അതിലിപ്പോൾ WS കയറി സോണിൽ. WSൻ്റെ അടുത്തോട്ടാണ് BWL വരുന്നത്. അവിടുന്ന് ഈസി നൈസായിട്ട് അവിടെ റീകോൾ സെൻറ്റർ അങ്ങ് പിടിച്ച്. ആരും റീകോളായി വരും പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. പക്ഷെ അവരടുത്തോട്ടാണ് IGXും കയറുന്നത് 2 സൈഡിൽ നിന്ന്. ജെന്നെക്സും IGXും അടുത്തടുത്ത്. കണ്ടവര് ഓക്കെ അടിയായി. അയ്യോ വണ്ടി മറിഞ്ഞില്ല. അടിയാന്ന് തോന്നുന്നുണ്ട് ഇവര്. മിക്കവാറും ഇറങ്ങി അടിക്കേണ്ട അവസ്ഥ വരും. വന്ന് ഒരാളിറങ്ങി. അവർക്ക് നേരെ വന്ന് ഇടിച്ച് കയറ്റിയാൽ മതിയിരുന്നല്ലോ വണ്ടിക്ക്. ഓക്കെ ജെന്നെക്സ് എല്ലാവരും വരുന്നത് മുകളിൽ നിന്ന് വളഞ്ഞിരിക്കുക ബാക്കിലോട്ട്. പക്ഷെ കവർ എല്ലാവർക്കും ഒന്നും ഈ റെഡ്ജേ ഉള്ളൂ.
ആ പോച്ചക്കകത്ത് കയറി രണ്ടാൾക്കാർ. ഒരു ബോംബ് വണ്ടി പൊട്ടിച്ച്. ഇപ്പം മനസ്സിലായി, ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ചാവുന്ന് മനസ്സിലായി. ഇറങ്ങി അടിക്കുക. അപ്പോൾ എന്തിങ്ങനെ വെട്ടി വെട്ടി പോണ്. ഓക്കെ, ബ്ലഫ് നെക്സസ് ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. എന്തിങ്ങനെ പുള്ളിക്കാശ് ഹെൽത്ത് പറയുന്നുണ്ട്. ആ ഓക്കെ, ഡൗൺ ആയി. പിങ്ങിഷു ആണെന്ന് തോന്നുന്നു. പക്ഷെ വൈപ്പല്ല, ഡൗൺ മാത്രമേ ആയിട്ടുള്ളൂ. അല്ല വൈപ്പാണോ? അല്ല, റീകോൾ ചെയ്ത അവിടെ അപ്പം തന്നെ. പി ഡബ്ല്യു അല്ലായിരുന്നല്ലോ മേടിച്ചത്. ആ IGX ആയിരുന്നു. IGXിൽ ഇനി ആൾക്കാരുണ്ട്, രണ്ടുപേരും കൂടെ ഉണ്ട്, വേറെ സ്ഥലത്ത് എവിടെയാണ്. ആ അവർ റീകോൾ ചെയ്യാൻ പോകുന്നിടത്താണ് ഈസി പൊസിഷൻ പിടിച്ചിരിക്കുന്നത്. അതേ പോണ്. ഓക്കെ, അത് കണ്ട് നൈസായിട്ട് ട്രാപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, പിന്നാലെ വരുന്നുണ്ട് ഈസി. ഓക്കെ, അടിയാവിടെ പെട്ടെന്ന് റീകോൾ ചെയ്യാനുള്ള പരിപാടിയാണ്. റീകോൾ ചെയ്തില്ല. ഓക്കെ, അവിടെ IGX ഉണ്ണിക്കുട്ടനെ അടിച്ചിട്ടുണ്ട്. ഈസി കിസ IGXിൽ ലാസ്റ്റ് വേനാന്ന് തോന്നുന്നു. അവിടേക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുമോ? വാമ്പ് മാച്ച് അല്ലേ ഇത്, ക്വാളിഫയേഴ്സാ. ഗ്രൂപ്പ് എൻഡ് മാച്ചാണ്. ഓക്കെ, അവിടെ IGX എലിമിനേറ്റ് ആയിട്ടുണ്ട്, 4ാമത്തെ ടീം. ഇനി 5 ടീമും കൂടിയും ബാക്കിയുണ്ട്. ഐ തിങ്ക് ജെന്നിനപ്പോൾ ജെന്നല്ലല്ലോ, ഈസിക്ക് അത്യാവശ്യം ഇല്ലായിരുന്നാണ്. ഈസിക്ക് 7 ഇല്ലായി, ജെന്നിന് 10 ഇല്ലും. ഇതിലേക്ക് വേണ്ട, സോണിൻ്റെ അറ്റം പിടിച്ച് കളിക്കുക. സേഫ് പ്ലേ ആണ് അവർ. പുള്ളിപ്പോൾ ഒന്ന് വേറെ ടീമിൻ്റെ അടുത്തോട്ടാണല്ലോ. ആ BWL 2 പേരുള്ളത് ടീമിലെ. അത് ഗ്രൂപ്പ് സിയിലാണ് അവരുടെ ടീം. മാസമുണ്ട്. 10 മണിക്കാവും മാച്ച്. ഒരിച്ചോട് നടിക്കാനുള്ള പരിപാടിയായിരുന്നു. ശരി, വന്നില്ല. 2 പേരുള്ളതുകൊണ്ടാണ് അങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കാത്തത്. ഓക്കെ, ജെന്നെക്സ് ഈസി അടിയാവുമെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങോട്ടാണ് കയറി പോണത്. മിസ് റീകോൾ ചെയ്യാൻ വല്ലതും ആണോ? അല്ല, ജെന്നെക്സ് 4 പേരുണ്ട്, ഈസിയും 4 പേരുണ്ട്. ബാക്കി WS പിന്നെ 3, പിന്നെ 2 ടീമുള്ള 2 ആൾക്കാർ വെച്ചിട്ടേ ഉള്ളൂ ബാക്കി. ഓക്കെ, ജെന്നെക്സ് വണ്ടി കുത്തിച്ച് ഈസിയോടെ ഇറങ്ങി. ജെന്നെക്സ് 3 പേരുണ്ട് ഇവിടെ, ഈസി 2 പേരും. ഓക്കെ, കേസ്കാരൻ ഡൗൺ. ഏറ്റവും കില്ലുള്ള 2 ടീമുകൾ തമ്മിലാണ് അടിപ്പോൾ. കിസയും ഡൗണായി, ഇലനോവയും പിന്നെ ഒരു പുള്ളിയും കൂടിയും കാണണല്ലോ. ഓക്കെ, അലിബാബ ഡൗൺ. അതായിരുന്നു ആ ലാസ്റ്റ്. പിന്നെ ഇത് സെക്കൻഡ് ലാസ്റ്റ് പ്ലെയർ അപ്പോൾ ഡൗൺ ആയത്. ലാസ്റ്റ് വൻ. ഓക്കെ, ഈസി അവിടെ വൈപ്പായിട്ടുണ്ട്. 14 കില്ലായി അതോടുകൂട്ട് ജെന്നെക്സിന്. ജെനെക്സിൽ ഒരാൾ നോക്കായിട്ടുണ്ടായിരുന്നുള്ളൂ, പുള്ളിനെ റോബ് എടുക്കുന്നുണ്ട്. ഇനി 11 അല്ലേ ഉള്ളത് ടോട്ടൽ. 4 ടീമും. WSൽ 3 പേര്, LIKൽ 2 പേര്, ജെനെക്സിൽ 4 പേര്, BWൽ 2 പേര്. ജെനെക്സ് അങ്ങ് കയറി ചെന്ന് അടിച്ചേട്ടാ ഈസിനെ. SYTനെ കണ്ടിട്ടില്ല ഈ മാച്ചിൽ. XG അല്ലല്ലോ, ഒരു പേര് പറഞ്ഞോ. LIK അല്ലേ? ആ LIK. LIK വേഴ്സസ് BW. 2 ടീമിന് 2 പേര് വെച്ചിട്ടേ ഉള്ളൂ.
അയ്യോ WSന്റെ അടുത്തോട്ടല്ലേ പോണേ. ഓക്കെ 3 ടീമായി ഇപ്പോൾ ഒരുമിച്ചിട്ട്. പക്ഷെ അവരങ്ങ് പോയി. അവിടെ ജെനക്സിന് അടുത്ത ടീമിനെ കിട്ടി ചേസ് ചെയ്യാൻ. എല്ലേക്കേനെ അവരെ മുമ്പിലാണ് ചെന്ന് വിട്ടത്. അയ്യോ ടയർ പൊട്ടി ഇറങ്ങിയടിക്കുന്നു. ഓക്കെ ഇവിടെ അടിയായി. ഓ ജെനക്സിൽ ഒരാൾ അടിച്ചിട്ടു. അവിടെ ഏത് ടീം വരുന്നത്? എല്ലേക്കയിൽ ഒരാളും ഡൗൺ ആയി. ലോസ്റ്റ് ആർക്ക് അതാണല്ലേ എല്ലേക്ക്. അതിനെ വൈപ്പായിട്ടുണ്ട് അവിടെ. വീണ്ടും ജെനക്സിൽ ഒരാൾ നോക്കായി. പക്ഷെ റബ്ബ് എടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സോണ് പോയി. ഇനി 3 ടീമേ ബാക്കിയുള്ളൂ. ഗ്രൂപ്പ് എൻ്റെ മാച്ചാണിത്. ഇവരെന്താ സോണോട്ടി പോയിട്ട് ചാവാൻ പോണാ? ഇടപെടുത്ത ആളുടെ ഹെൽത്തൊക്കെ കുറയുന്നുണ്ട്. വലിയ രീതിയിൽ കുറയുന്നില്ലല്ലോ. ഇന്നലെ നല്ലോണം കുറഞ്ഞിരുന്നു. മുകളിൽ WS ഉണ്ട്. ജെനെക്സ് 4 പേര്, WS 3 പേര്, BWL 2 പേര്. ഇനി 3 ടീമാണ് ബാക്കിയുള്ളത്. ഓക്കെ ജെനെക്സ് WS അടിയായി. ഒറ്റടി ബാക്കി പോയിട്ട്. ജെനെക്സ് പോസ്റ്റും പിടിച്ചു. ജെനെക്സ് മാത്രമേ ഇപ്പോൾ കറൻറ്റ് സോണിൻ്റെ അകത്തുള്ളൂ. ഇതേതുകൊണ്ട് WSും BWLും പുറത്താണ്. BWL എനിക്ക് തോന്നുന്നു അവർ നൈസായിട്ട് മാറി കളിക്കുകയാണ്. ലാസ്റ്റ് അടിക്കാൻ നിൽക്കുവാന്ന് തോന്നുന്നു. കവറൊക്കെ എടുത്തിങ്ങനെ നിൽക്കുക. WSും കയറി. അടിയാകുമ്പോൾ അല്ലെങ്കിൽ ബാക്കിൽ കൂടെ കയറി അടിക്കാനായിരിക്കും. വരുന്നുണ്ട്. ഓക്കെ BWL ഇറങ്ങി അടിക്കുന്നുണ്ട്. ഈ ഒരു മോളിയല്ലേ വരുന്നത്? കറക്റ്റ് മോളി. പുള്ളി മാറിയോണ്ട് രക്ഷപ്പെട്ട്. WS എനിക്ക് തോന്നുന്നു സാൻഡ്വിച്ചായി. മോളിൽ നിന്ന് ജെനിക്സ് അടിക്കുന്നത്. അടിയിൽ നിന്ന് BWL ബാക്ക് ഇറങ്ങി. ഇടിച്ചൊരാളെ പോക്കാണ് കണ്ടറിയാം. ജെനിക്സ് അവിടെ നിന്ന് എന്തൊക്കെയോ എടുത്ത് എറിയുന്നുണ്ട്. മോളി ബോംബ്. ഓക്കെ BWL മായക്കണ്ണൻ ഒക്കെ ആയിട്ടുണ്ട്. ഫിനിഷാക്കി മായക്കണ്ണനെ. BWL ഇനി ഒരാളേ ഉള്ളൂ. ജെനക്സിൽ 4 പേര്, WSൽ 3 പേര്. ജെനക്സിന് നല്ല പൊസിഷനാണ്. ഏറ്റവും ടോപ്പിലവർ. പുള്ളി ഹൈഡായി. 8 ലൈവ്. 4, 3, 1 അതാണ് കൗണ്ട്. 16 കില്ലാണ് ഇപ്പോൾ ജെനക്സിനുള്ള ടോട്ടല്. ഓക്കെ ജെനക്സ് അടുത്ത സോണിലോട്ട് കയറി. BWL കറക്റ്റാണ് സോണിൻ്റെ അകത്ത് വന്നിരുന്നത്. സോൺ കയറി പിടിച്ചവർ ചേട്ടാ. ജെനക്സ് അപ്പോഴേക്കപ്പോൾ സോണിൽ കയറി കളിക്കുക. അയ്യോ നേരെ പോയിട്ടാ വണ്ടി കിട്ടിയിട്ട് കൊടുത്ത്. എക്സ് ഇറങ്ങി. എക്സ് വരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. സോൺ വരുന്നത്. പക്ഷേ ഈ 2 ടീമിനും പണിയാവും സോണിൽ കയറിയില്ലെങ്കിൽ. ജെനക്സിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ BWL എലിമിനേറ്റായി. ഭയങ്കര ഓപ്പൺ. WSനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഓപ്പണിൽ കൂടെ ഓടിക്കയറാൻ തന്നെ വഴിയുള്ളൂ. അയ്യോ ഓക്കെ WS ഡൊമിനിക്ക് ഡൗണായി. ബ്ലേസ് ഡൗണായി. ലാസ്റ്റ് വേനാണ് WSൽ സെർജിയോ. പുള്ളിക്കൊന്നും ചെയ്യാനില്ല അവിടെ. അപ്പോൾ ഇന്നത്തെ മാച്ച് ഗ്രൂപ്പ് എയും ജെനിക്സ് തന്നെ ആഷ് 1 എടുത്ത്.
ജെനക്സ് അത്യാവശ്യം കില്ലുണ്ട്. 19 കില്ല് ജെനക്സ്. അതും കൂടിയും കളിക്കാറങ്ങി 10-40 വരാം. റീകോളായി വരും, അതൊരു കാര്യം. പക്ഷെ എന്നാലും 9 ടീമിൻ്റെ മാച്ചായിരുന്നു, അതിൽ 19 കില്ല് ജെനക്സ് തന്നെ എടുത്തു. ഈസി അത്യാവശ്യം കളിച്ചായിരുന്നു, അവർക്കും 10 കില്ലിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജി ഗ്രൂപ്പ് എ ജെനക്സ് ആണ് ജയിച്ചത്.